എടി കൊച്ചെ പാറുവേ, നിന്റെ പുതിയ ഡ്രസ്സ് വേണ്ടേ അവിടെ എങ്ങാണ്ട് പറന്ന് നടക്കുന്നത്? ഞാൻ തോലിയിട്ടുണ്ടായിരുന്നതാ. രാത്രിയാണെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ വല്ല പട്ടി പൂച്ചും വന്ന് കടിച്ചോണ്ട് പോയേ. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനൊന്നും പറയണ്ടാട്ടാ. വേണമെങ്കിൽ പോയി എടുക്കും. ഓ ഞാൻ എടുത്തോ. വേഗം പോയി എടുക്കട്ടെ. പുതിയ ഡ്രസ്സ് ആ കൂടി ഒരു പ്രാവശ്യം എടുത്തിട്ടു. കുഞ്ഞി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ണോലും കാണൂ. എവിടെ ഇത്? ആരാ? ഞാനാണ് മണിക്കുട്ടൻ തറവാട്ടിലെ അമ്മണേച്ചി. ബോധം കെട്ട കൊന്നോളെ ഞാൻ. ചത്താലും ഞാൻ ബോധം കെടൂല. ഓ അങ്ങനെ നിനക്ക് കൊള്ളാം. നീ എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും സാധനങ്ങളൊക്കെ തരണം. നിന്റെ മറ്റേ ബ്രാൻഡഡ് ഫൗണ്ടേഷനും ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കും ഒക്കെ അല്ലേ, അതൊക്കെ എനിക്ക് തന്നേര്. അതെന്തിനാ യക്ഷിക്ക്? പറഞ്ഞത് കേട്ടില്ലേ? തരാൻ. അയ്യോ തരാം. എന്നാലും എന്തിനാന്ന് പറഞ്ഞൂടെ? എനിക്ക് എടുത്ത് തിന്നു. യക്ഷ ഇപ്പൊ ചോര മാത്രല്ലേ, മേക്കപ്പ് സാധനങ്ങളും തിന്നു. വെറുതെ യക്ഷിനെ അളിപ്പിക്കാൻ നിക്കല്ലേ കേട്ടോ കൊച്ചെ. ഈ കുട്ടിക്ക് പുതിയിലാന്നാ തോന്നുന്നത്. യക്ഷി പണ്ട് സുന്ദരിയായിരുന്നു. പിന്നെ അല്ലാണ്ട് എന്നെല്ലാവരും പണ്ട് സീലിംഗ് ബ്യൂട്ടിന്നാ വിളിച്ചേർന്നു. സീലിംഗ് ബ്യൂട്ടിയോ? സീലിംഗ് ബ്യൂട്ടി അല്ല, സ്ലിം ബ്യൂട്ടി. ഓ അതന്നെ, എല്ലാം ഒന്ന് തന്നെയാ. ഞാനാണെങ്കിൽ പണ്ട് സാരിയൊക്കെ എടുത്തിണ്ടല്ല, കണ്ണൊക്കെ നീട്ടി എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാ നടന്നേർന്നു. നല്ല ഉണ്ട പൊട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ സാരി ഒന്നും കൊടുക്ക? ഇതെല്ലാം വലിച്ചേറ്റി പനേമ കയറാണ്. പനേമ കയറണമെങ്കിലേ ഈ സാരി ഒന്നും പറ്റത്തില്ല. അത് കാരണമാണ് ഞാൻ ഈ പാൻറ്റും അതുപോലെ തന്നെ ഈ ടോപ്പും ഈ ഒരു ഷോളും ഇട്ട് ഇറങ്ങിയേക്കണം. ഓ അലേക്ഷേച്ചി ഒന്നും കാണും ഇവിടെ? ഏയ് ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ കൂടുതലായിട്ട് വരാറുണ്ട്. പക്ഷെ നിന്നെ ഞങ്ങൾ കാണാറൊന്നുമില്ല. എൻ്റെ അമ്മേനെ പിന്നെയും കാണാറുണ്ട്. ഒരു ദിവസം ഞാൻ വീട്ടിൽ കയറി അങ്ങോട്ട് അബദ്ധത്തിൽ പെട്ടതാ. അപ്പം അമ്മ വാല് കുറ്റിട്ടാ. അന്നേരമാണ് നിന്റെ ലിപ്സ്റ്റിക് സാധനങ്ങളൊക്കെ ഞാൻ കാണുന്നത്. അതെന്നായിരുന്നു? കഴിഞ്ഞ ആഴ്ച. പിന്നെ ഞാൻ എൻ്റെ യക്ഷിക്കൂട്ടുകാരികളൊക്കെ ഉണ്ട്. ഓ അല്ല ചേച്ചിക്ക് കുറെ കൂട്ടുകാരുണ്ടോ? പിന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ശശികല യക്ഷി, സുശീല യക്ഷി, ചക്കര യക്ഷി, അങ്ങനെ അങ്ങനെ. ഓ ആണുങ്ങൾ ആരുമില്ല അല്ലേ? പിന്നെ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഡ്രാക്കുള ഫ്രണ്ട്സാ. തഞ്ചുടു ഡ്രാക്കുള, പിപ്പിരി ഡ്രാക്കുള, ചക്കര ഡ്രാക്കുള, അങ്ങനെ അങ്ങനെ. ഓ എല്ലാവർക്കും നല്ല ഫ്രീക്ക് പേരാണല്ലോ. പിന്നെ ഈ അന്യദേശക്കാരുടെ പോലെ ഓരോ വായ കൊള്ളാത്ത പേരൊന്നല്ല. അവൾക്ക് ഈ അന്യദേശ പ്രേതങ്ങളൊക്കെ അറിയും. പിന്നെ എനിക്ക് കുറേ പ്രേതങ്ങൾ അറിയാം. അവരില്ലേ, അവർ ഞങ്ങളെ പോലെ അന്തസ്സുള്ള പ്രേതങ്ങളൊന്നും. അവരാണെങ്കിൽ ലിപ്സ്റ്റിക് പോലും ഇടും. എന്നിട്ടോ അവരോന്നറിയോ, അവരെ ശബ്ദമൊക്കെ എടുത്ത് ഒരു തൊണ്ട പൊട്ടിക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും പ്രേതങ്ങളുടെ മാനം കളയാനായിട്ട്. എന്താ ചെയ്യാന്നറിയോ ഇവരൊക്കെ?